നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ പല ഒത്തുകളികളും നടന്നിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഉന്നതതലത്തിൽ പോലും ഗൂഢാലോചനയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് SITയുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്നും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെന്നുമുള്ള കണ്ടെത്തലുകളാണ് SIT നടത്തിയത്. അതേസമയം വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് തുടക്കം മുതൽ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പരാതിയുമായി AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ആദ്യം സമീപിക്കുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. എന്നാൽ സൗത്ത് പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അന്വേഷണ കാലയളവിൽ പരാതിക്കാർ നൽകിയ മൊഴി മുഴുവനായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. പഴയ കേസ് ഫയലുകൾ പരിശോധിച്ച SIT സംഘത്തിന് കേസിൽ പിണറായിയുടെ ഗൺമാന്മാരായിരുന്ന അനിൽ കല്ലിയൂർ, സന്ദീപ്, മറ്റ് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ ചട്ടലംഘനം നടത്തിയെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മർദ്ദന സമയത്തെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനായ ജോജി മോനിൽ നിന്നും DYSP ബിജു പോലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും മൊഴി രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ കൊടുത്ത മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ വിഷ്വൽസ് എല്ലാം എന്നെ കാണിച്ചു. അപ്പം നമ്മളെടുത്ത വിഷ്വൽസ് തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തത്. പിന്നെ നമ്മളെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് നമ്മളെ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതായത് ഇന്നാളെ അറിയോ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളെ അറിയാവുന്നവരൊക്കെ അറിയാവുന്ന, പിന്നെ ഗൺമാന്മാരെ അറിയാവുന്നത് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഇന്നത്തെ സംഭവങ്ങൾ ഫുള്ള് നമ്മളെ കൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയിപ്പിച്ചു. ആ വിഷ്വൽ നിങ്ങളുടെ തന്നെയാണോ, ഇത് തന്നെ ഈ വിഷ്വൽസ് നിങ്ങൾ തന്നെ ഒന്നുകൂടെ നമ്മൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അതൊന്ന് ചെയ്യായിരുന്നു. അടുത്ത ദിവസങ്ങളിലായി AD തോമസ് MLAയുടെയും അജയ് ജുവൽ കുര്യാക്കോസിന്റെയും മൊഴി പുതുതായി എടുക്കും. അക്രമം നടന്ന കാലയളവിലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഗൺമാന്മാർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതും പിണറായിയുടെ സുരക്ഷാ ജീവനക്കാർക്കായി പൂഴ്ത്തിവെച്ചതായാണ് വിവരം. ഇടപെടലുകൾക്ക് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും പറയപ്പെടുന്നു. News 18 ആലപ്പുഴ.